ഏറ്റുമാനൂർ SMSM പബ്ലിക് ലൈബ്രറിയുടെ 107ാം വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. ലൈബ്രറി പ്രസിഡന്റ് G. പ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗം പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ വിനു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. സെബാസ്റ്റ്യൻ വലിയകാല എന്ന വ്യക്തിയെ സത്യത്തിൽ ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ഇന്നാണ് അദ്ദേഹമായിട്ട് ആദ്യമായിട്ട് അഭിമുഖീകരിക്കുന്നത്. പക്ഷേ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം മുമ്പ് സെബാസ്റ്റ്യൻ വലിയകാലയുമായിട്ട് ഇടപഴകാൻ എന്ന് വെച്ചാൽ അക്ഷരങ്ങളിലൂടെ ഇടപഴകാൻ അതിന് ഭാഗ്യമുണ്ടായി. അത് ഈ മലപ്പുറം വോയിസ് എന്ന് പറയുന്ന മാസികയിൽ എനിക്ക് 1-2 രചനകൾ കഥകൾ അതിൽ വന്നിരുന്നു, ചെറിയ കഥകൾ വന്നിരുന്നു. എനിക്ക് അന്ന് അത്ഭുതം തോന്നിയിരുന്നു, എങ്ങനെ അദ്ദേഹത്തെ എനിക്കത് പരിചയമൊന്നുമില്ല. അപ്പോൾ അന്ന് എന്നെ തേടിപ്പിടിച്ച് എന്നോട് ആവശ്യപ്പെട്ട് കഥകൾ ചോദിച്ച് വാങ്ങിയ പത്രാധിപരായി. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ യാതൊരു പരിചയവുമില്ല. അപ്പോൾ അവിടെ ഈ മലപ്പുറം വോയിസ് എന്ന മാസികയിൽ അന്ന് ഈ കഥകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ച് എന്നോട് ചോദിച്ച് വാങ്ങിച്ച കഥകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. സെബാസ്റ്റ്യൻ വലിയകാല രചിച്ച ഓർമ്മയുടെ പുസ്തകം എന്ന ആത്മകഥ സാഹിത്യകാരനും മനഃശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ഫാദർ രാജു ജോർജ് തോട്ടത്തിൽ നൽകി പ്രകാശനം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് P. രാജീവ് ചിറയിൽ, കൺവീനർ ഹരി ഏറ്റുമാനൂർ, കമ്മിറ്റി അംഗം ഡോക്ടർ വിദ്യ ആർ. പണിക്കർ, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ റോസമ്മ സോണി, സംവിധായകൻ അജി കെ ജോസ്, സാഹിത്യകാരൻ റഹ്മാൻ കിടങ്ങയം, T. ജോസഫ്, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി PS. കുര്യൻ, സെബാസ്റ്റ്യൻ വലിയകാല, ജാൻസി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.